സൂറത്തു നൂർ, പേജ് നമ്പർ 350. എല്ലാ ഖുർആനിലും അങ്ങനെ ആയിരിക്കും തോന്നുന്നു. അധ്യായം 24 കേട്ടോ. ആദ്യം ഖിറാത്തൊന്ന് കേൾക്കുക. 2 أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات لعلكم تذكرون. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين صادقين. والخامسة ഒരാൾ ഓദിക്കാൻ ആഴുതുമില്ല. ഷൗക്കത്ത് ഓദിക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات لعلكم تذكرون. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. തജ്വീദ് പറഞ്ഞോളി. സൂറത്തുൻ എന്താ ചെയ്യേണ്ടത്? ആ ലംബ് തൻവീൻ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. സൂറത്തുൻ അൻസൽന. പിന്നെയും കാണാം ആ കഴിഞ്ഞിട്ടൊരു നൂന്, സാക്കിനായ നൂൻ എന്ത് ചെയ്യണം? യഖ്ഫ ചെയ്യണം. അൻസൽന. പിന്നെ അൻസൽനാഹ, അവിടെയൊക്കെ 2 കദർ നീട്ടിയാൽ മതി. വഫറദ്നാഹ, അവിടെയും അതേപോലെ തന്നെ. വ അൻസൽന, അവിടെ ആ നൂനിനെ യഖ്ഫ ചെയ്യണം. ഫീഹ എന്ത് ചെയ്യണം? 4 മുതൽ 6 കദർ വരെ നീട്ടണം. എങ്ങനെ ഓതണം? ഫീഹ ആയാത്തിൻ ഉണ്ടോ? അവിടെ ഫീഹ, അതിൻ്റെ പേരെന്താണ്? മദ് മുംഫസിൽ. മദ് മുംഫസിൽ, മുത്തസിലല്ല. പിന്നെ ആയാത്തിൻ എന്നുള്ള ആ കസ്ർ തൻവീൻ എന്ത് ചെയ്യണം? ഇഖ്ലാബ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ആ എന്ന് പറഞ്ഞാൽ തിൻ എന്നുള്ള നൂനിൻ്റെ ശബ്ദത്തെ എന്താക്കി മറിക്കണം? മീമിൻ്റെ ശബ്ദമാക്കി മറിക്കുക. അപ്പം എങ്ങനെ ഓതണം? ആയാത്തിൻ ബയ്യിനാത്ത്, ആയാത്തിൻ എന്ന് പറയാം. പിന്നെ
ബയ്യിനാത്തിൻ. ആ കസ്ർ തൻവീൻ എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. പക്ഷെ എന്തില്ല? ഉന്നത്താക്കാൻ പാടില്ല. ഇദ്ഗാം ബിലാ ഹുന്ന. അപ്പം എങ്ങനെ ഓതണം? ബയ്യിനാത്തിൻ ലഅല്ലക്കും. പിന്നെ തദക്കറൂൻ 4 മുതൽ 6 കതിർ വരെ നീട്ടണം വഖഫ് ചെയ്യുകയാണെങ്കിൽ. ആയത്ത് ഒന്നുകൂടി ഓതിയേക്കാണ് എല്ലാവരും കൂടി. സൂറത്തുൻ അൻസൽനാഹ. وأنزلنا فيها آيات بينات لعلكم تذكرون. തജ്വീദിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? അദ്ധ്യായത്തിൻ്റെ പേരെന്താ? നൂർ. സൂറത്തു നൂർ അല്ലേ? നൂർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പ്രകാശം, ലൈറ്റ്. ഈ സൂറത്ത് വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ ജുസയിലെ 24-ാമത്തെ അധ്യായമായിട്ടാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. മദനിയായ സൂറത്താണ്. മദനിയായ സൂറത്ത് എന്നുള്ള നിലക്ക് 17-ാമത്താണ് അതിൻ്റെ തർത്തീബ്. മദനിയായ സൂറത്തുകൾ ഇങ്ങനെ എണ്ണി വരുമ്പോൾ മുഫസ്സിറുകൾ അതിന് നൽകിയിട്ടുള്ള 17-ാമത്തെ സൂറത്ത് എന്നാണ് പറയപ്പെടുക. ഖുർആനിൽ നിങ്ങൾ എത്ര കാണാം? 24. അത് മക്കിയും മദനിയും ഒക്കെ പാടെ എണ്ണുമ്പോൾ വരുന്ന ഇതാണ്. തുടങ്ങണത് തന്നെ എന്താ? സൂറത്തുൻ. അർത്ഥം പറഞ്ഞോളി. സൂറത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? സൂറത്തുൻ. സൂറത്തുൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? അധ്യായം. അൻസൽനാഹ, നാം അതിനെ ഇറക്കി അല്ലേ? പിന്നെ വഫറദ്നാഹ, നാം അതിനെ നിയമമാക്കുകയും ചെയ്തു. വഅൻസൽനാ ഫീഹ, ആ സൂറത്തിൽ നാം അവതരിപ്പിച്ചു ആയാത്തിൻ, ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകളെ, ബയ്യിനാത്തിൻ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ, ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഉറ്റാലോചിച്ച് നോക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി. ഒന്നുകൂടി പറഞ്ഞു നോക്കിയാൽ സൂറത്തുൻ അധ്യായം. അൻസൽനാഹ, നാം അതിനെ അവതരിപ്പിച്ചു. വഫറദ്നാഹ, നാം അതിനെ നിയമമാക്കി വെക്കുകയും ചെയ്തു. വഅൻസൽനാ ഫീഹ, ആ സൂറത്തിൽ നാം അവതരിപ്പിച്ചിട്ടുണ്ട് ആയാത്തിൻ, ആയത്തുകൾ, ബയ്യിനാത്തിൻ, വ്യക്തമായ, ലഅല്ലക്കും, തദക്കറൂൻ, നിങ്ങൾ ഉറ്റാലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. അതിലിപ്പോൾ അർത്ഥം കിട്ടാത്ത ഒന്നുമില്ലല്ലോ, ഉണ്ടോ? നിങ്ങൾ ഒരല്പൻ്റെ പിന്നാലെ ഇങ്ങനെ വരണം. സൂറത്തുൻ, ഇതൊരധ്യായമാണ് എന്നാണ് ഒരർത്ഥം. സൂറത്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു ആദിഹി സൂറത്തുൻ, ഇതൊരധ്യായമാണ്. അപ്പോൾ ഇത് എന്നുള്ള പദം എവിടെ? ആ കളഞ്ഞു പോയതാണ് അല്ലേ? ആ പറയേണ്ട ആവശ്യമില്ല, അവിടെ മനസ്സിലാവും. മറ്റൊരു തഫ്സീർ സൂറത്തുൻ എന്ന് പറഞ്ഞാൽ ഈ അധ്യായം. അപ്പം അതിൻ്റെ ഖബറോടെ എന്താ? ഈ ഖബർ പറഞ്ഞാൽ അതാദ്യം മനസ്സിലാക്കണമല്ലോ അല്ലേ? ഖബർ പറഞ്ഞാൽ എന്താ? ഖബർ എന്ന് പറയുന്നത് എന്താ? പറഞ്ഞോളി. ഒരു സിമ്പിൾ ഉദാഹരണം ഇതെന്താ? അൽ വലതു, മദർസയിലെ ഉദാഹരണം ഇതെന്താ? അൽ വലതു സഗീർ. അൽ വലതു പറഞ്ഞാൽ എന്താ? ഈ കുട്ടി അല്ലെങ്കിൽ ആ കുട്ടി സഗീറുൻ, ചെറുതാണ്. ഒരാശയം പൂർത്തിയായില്ലേ? ആ കുട്ടി ചെറുതാണ് അല്ലേ? ഇതിന് പറയുന്ന പേരെന്താ ഗ്രാമറിൽ? മുബ്തദ. മലയാളത്തിലോ ആഖ്യ. ഇംഗ്ലീഷിലോ എന്താ പറയല്? സബ്ജക്റ്റ് അല്ലേ? സബ്ജക്റ്റ്. മുബ്തദ, സബ്ജക്റ്റ്, ആഖ്യ. മനസ്സിലായല്ലോ? ആ മുബ്തദയെ പറ്റി, ആഖ്യയെ പറ്റി എന്താണോ പറയുന്നത് അതാണ് ഇത്
ഖബർ. അതിന് മലയാളത്തിൽ പറയാം ആഖ്യാതം. ഇംഗ്ലീഷിലോ പ്രെഡിക്കേറ്റ് അല്ലേ? അപ്പം നിങ്ങൾക്ക് മനസ്സിലായത് അൽവലദു സഗീർ. എന്നാൽ സൂറത്തുൻ എന്ന് പറഞ്ഞപ്പോൾ എവിടെയാണ് അതിൻ്റെ മുബ്തദ, എവിടെയാണ് അതിൻ്റെ ഖബർ? സൂറത്ത് എന്ന് പറയുമ്പോൾ എവിടെ? ഒന്നിക്കൽ ഹാദിഹി സൂറത്ത്, ഒന്നിക്കൽ ഒരർത്ഥം. രണ്ടാമത് മുഫസ്സിർ പറഞ്ഞത് ഈ സൂറത്ത്. ബാക്കി അതിൻ്റെ ഖബർ ഇവിടെ പറയേണ്ടത് ഈ സൂറത്തിൻ്റെ അവസാനം വരെയുള്ള എല്ലാ ആയത്തുകളും അതിനെപ്പറ്റി എന്തൊക്കെ പറഞ്ഞണോ അതൊക്കെ അതിൻ്റെ ഖബർ. അങ്ങനെ പറഞ്ഞ മുഫസ്സിറുകളെ കാണാം. രണ്ടർത്ഥവും പറഞ്ഞ പിന്നെ മുഫസ്സിറുകളെ കാണാം. ഇനി സൂറത്തും കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കുത്തിത്തിരികയില്ലേ? എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞേ? സൂറത്തും കഴിഞ്ഞിട്ട് എന്താ പറയണേ? അൻസൽനാഹ വഫറദ്നാഹ വഅൻസൽനാ ഫീഹാ ആയാത്തിൻ ബയ്യിനാത്തിൻ ലഅല്ലക്കും തദക്കറുൻ. എന്തിനാ അങ്ങനെ പറയണേ? അതിനാണ് എന്ത് പറയാ? ഖുയൂദ്. എന്താ പറയാ? ഖുയൂദ്, ഖൈദുകൾ. ഇപ്പോൾ മലയാളത്തിൽ സിമ്പിൾ ഉദാഹരണം, ഇന്ന് മസ്ജിദ് കബീറിൻ്റെ ഹാളിൽ IAS കാരനായ, മലപ്പുറത്ത് കലക്ടറായ, കേരളത്തിൻ്റെ ഗവർണറായിരുന്ന, ഇങ്ങനെ കുറേ ഇതിങ്ങനെ പറഞ്ഞിട്ട് അയാൾ പ്രസംഗിക്കുന്നു. സംഗതി ഇപ്പം എന്തേ ഉള്ളൂ? ഡാഷ് വ്യക്തി പ്രസംഗിക്കുന്നു. ബാക്കി എന്തിനാ നമ്മൾ കുത്തിത്തിരിക്കണത്? എന്തിനാ കുത്തിത്തിരിക്കണത്? എന്തിനാ? മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ, ഈജിപ്തിൻ്റെ മാങ്ങ, ചെറിയ മാങ്ങ, ഇങ്ങനെ പറഞ്ഞിട്ട് ആ മാങ്ങനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയും 100 വിൽസിന് വിൽക്കപ്പെടുന്നു. എവിടെ? ഇയാളില്ലെവിടെ അല്ലേ? എന്തിനാ അങ്ങനെ പറയണേ? മാങ്ങ 100 വിൽസിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പോരെ? ബാക്കിയൊക്കെ എത്തിനാ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തിരികണത്? നല്ല മാങ്ങ, ചെറുക്കുള്ള മാല, പിന്നെ മാല. ഒരു കുട്ടിക്ക് ബാപ്പ ഇത് കൊണ്ടേ കൊടുക്കാനോ, മാല കൊണ്ടേ കൊടുക്കുക കുവൈത്തുനിന്ന് പോയപ്പോൾ. അപ്പോൾ ബാപ്പ കൊണ്ടുവന്ന മാലയാണെന്ന് പറഞ്ഞ് ഉമ്മ വലിച്ചിടും. ബാപ്പ എങ്ങനെ കൊടുക്കുക? എങ്ങനെ കൊടുക്കുക? മാല, നല്ല മാല, നല്ല മുല്ല മാല, അമ്മ തന്ന മാല, എന്തു നല്ല മാല. ആലോചിച്ചു നിങ്ങൾ, എന്തിനാണ് ആ കവി അങ്ങനെ വർണ്ണിച്ചത്? മാല, നല്ല മാലയാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അല്ലേ? കുവൈത്തുനിന്ന് കൊണ്ടുവന്ന നല്ല മാല. പക്ഷേ നല്ല മാല, നല്ല മുല്ല മാല, അമ്മ തന്ന മാല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനങ്ങോട്ട് കെട്ടുക അല്ലേ? എന്തിനാണ് ഭാഷയിൽ, ഇപ്പം നിങ്ങൾക്ക് ഭാഷ മനസ്സിലായില്ലേ? ഭാഷയിൽ, ലോകത്തിൽ എന്തിനാണ് ഇങ്ങനെ കൈതുകൾ കൊണ്ടുവരുന്നത്? എന്തിനാ? ഒന്ന് മറ്റുള്ളവരെ, കാണികളെ ആകർഷിക്കാൻ വേണ്ടി, ഓൽക്കൊരു ഇമ്പമുണ്ടാക്കാൻ വേണ്ടി, ഓൽക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ? എന്നാൽ ഇന്ന വ്യക്തി പ്രസംഗിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ നാട്ടിലെ കലക്ടറെ ഇന്നാ ഒന്ന് പോയി നോക്കുക, അപ്പം ഒരു ഇമ്പുണ്ടാവും. ആടെ ഇപ്പം എന്നും പ്രസംഗിക്കണ, ഞാനതിനൊന്നും ഇല്ല എന്ന് പറയാം. അല്ലെങ്കിൽ അല്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം അതാണ് ഇതിൻ്റെ സൂത്രം, ഭാഷയുടെ ടെക്നിക്കാണത്. ഏത് നമ്മൾ കത്തെഴുതുമ്പോഴും ഏത് കാര്യം എഴുതുമ്പോഴും ഇങ്ങനെ തിരികെ കൊടുക്കണം എന്നാ. മുദിർലാം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പോരാ, എന്ത് പറയണം? അതിന് കുറേ തട്ടിപ്പുകളുണ്ട്. അത് വീഴണം കൊട്ടയിൽ, അത് വീണോളണം. അവിടെയാണ് എഴുത്തിൻ്റെ കഴിവ്. മനസ്സിലായി നിങ്ങൾക്ക്? അല്ല അപ്പം എല്ലാവർക്കും എന്താ അപ്പം നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണ് ചെയ്താൽ കിട്ടും എല്ലാം. അതല്ല, ഓരോന്നിനും ഓരോന്നുണ്ട് അല്ലേ? ഇനി നിങ്ങൾ ഖുർആനിലേക്ക് വരാം. അല്ല പറയാ സൂറത്തുൻ ഇതൊരു സൂറത്താണ്. എന്നിട്ട് അതിനെപ്പറ്റി ഇങ്ങോട്ട് വർണ്ണിക്ക. അൻസൽനാഹ, എന്താ? നമ്മളാട്ടോ ഇതിനെ അവതരിപ്പിച്ച്. ആര്? അള്ളാഹു ആരാ? നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന, നമ്മളെ പോറ്റി വളർത്തുന്ന ആ അള്ളാഹു, നമുക്ക് ഈ ഭൂമി സൗകര്യപ്പെടുത്തി തന്ന, നമുക്ക് വായു തന്ന, വെള്ളം തന്ന, ഭക്ഷണം തന്ന ആ അള്ളാഹു. ശരിക്കും അള്ളാഹിനെ പറ്റിയിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഒരാദരവും സ്നേഹവും ഉണ്ടാവൂലേ? അപ്പം നമ്മളെ സ്നേഹിക്കണ നമ്മൾ സ്നേഹിക്കുന്ന ആ അള്ളാഹുവാണ് ഇത് അവതരിപ്പിച്ചത്. കണ്ടങ്ങൾ ഒരു കെട്ടി
അല്ലേ? പിന്നെന്താ പറയണത്? വഫർലിനാഹ, നാം അതിനെ എന്താക്കി? മനുഷ്യർക്ക് നിയമമാക്കി വെച്ചിരിക്കുന്നു. അതിലെന്താ ഉള്ളത്? രണ്ടാമത്തെ ഒരു കെട്ടുകൂടിയും കെട്ടി. അതാണ് കൈതുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെ സെൻറ്റൻസ് പണിയുമ്പോൾ പിന്നെ എന്തു വേണം? ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ നാ പിടിച്ചോ എന്ന് പറയലല്ലാണ്. ആ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ശൈലിയാണ്. അതുകൊണ്ടാണ് അറബികൾ ഇത് കേട്ടപ്പോൾ ഇത് പടച്ചോൻ്റെ കലാമ് തന്നെയാണ് എന്ന് പറയാൻ കാരണതാ. സൂറത്തുൻ അൻസൽനാഹ വഫറദ്നാഹ വഅൻസൽനാ ഫീഹാ ആയാത്തിൻ ബയ്യിനാത്തിൻ ലഅല്ലക്കും തദക്കറൂൻ എന്ന് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിന് അള്ളാനെ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിലേക്കൊരു കൊതിയുണ്ടാകും, ഒരു ആഗ്രഹം ഉണ്ടാകും, അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ വിശദീകരിച്ചൊക്കെ എന്താ? ഭാഷാശൈലി അല്ലേ? ഇനി തിരിച്ചു വരിക, റിവേഴ്സ് എടുത്ത് വരിക. സൂറത്തിൻ്റെ പേരെന്താ? എന്താണ്? നൂർ. നൂർ പറഞ്ഞാൽ എന്താ? വെളിച്ചം, പ്രകാശം. പിന്നെ എന്തിനാ വെളിച്ചം? എങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന് പേര് വെച്ചിട്ടുള്ളതിനെ നൂർ, നൂർ എന്നാണ്, പ്രകാശം അല്ലേ? ഈ പ്രകാശം ഇതിൻ്റെ ഓരോ കവലകളിലും ഈ സൂറത്തിലൂടെ വിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ ആ കവലകളിലും അതിൻ്റെ ആയത്തുകളിലും അതിൻ്റെ അക്ഷരങ്ങളിലും ഒക്കെ നമുക്ക് ഈ ഒരു പ്രകാശം കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എന്ത് പ്രകാശം എന്ന് പറയുമ്പോൾ എന്താ പ്രകാശം? നിങ്ങൾ പ്രകാശത്തെ കണ്ടുണോ? എന്താ പ്രകാശം? ഇതെന്താ? എന്താണത്? വെളിച്ചം നമ്മൾ മലയാളത്തിൽ പറയണ്, പ്രകാശം എന്ന് അത് മലയാളത്തിൽ പറയണ്, നൂറ് അറബിയിൽ പറയണ്. എന്ത് എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയുക? നമുക്കറിയാം, സംഗതി നമുക്കറിയും. നമുക്കറിയണ എന്താ? എന്തുകൊണ്ടാ അപ്പം ഇത് വെളിച്ചാണ് നമുക്ക് എങ്ങനെ മനസ്സിലാവണേ? എങ്ങനെയാണ്? ആ വെളിച്ചം നമുക്ക് തരുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അത് നിർവഹിക്കുന്ന ഒരു ഡ്യൂട്ടി ഉണ്ട്. ആ ഡ്യൂട്ടിയിലൂടെയാണ് നമ്മളത് വെളിച്ചാന്ന് മനസ്സിലാക്കുന്നത്. മനസ്സിലാവുണ്ടോ? എന്താണ് ആ ഡ്യൂട്ടി നിർവഹിക്കണം? എന്താ? ഞാൻ ഇവിടെ ഒരു വസ്തു കാണുന്നു, നിങ്ങൾ കാണുന്നു. എങ്ങനെ കാണണേ? പ്രകാശത്താ കാണും. എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രകാശരശ്മി അങ്ങനെ പോയിട്ട് അങ്ങനെ കാണാണോ? എങ്ങനെ കാണണേ? എങ്ങനെ കാണണേ? പറഞ്ഞോളി. ഇയാൾ പറഞ്ഞ, എഞ്ചിനീയർ പറഞ്ഞ, എങ്ങനെ കാണണേ? കാര്യത്തില ചോദിക്കണേ, എങ്ങനെ കാണണേ? ആർക്കും അറിയില്ല. ഞാൻ പറയുന്നത് എൻ്റെ കണ്ണ് അതിന്നുള്ള രശ്മികൾ ഇങ്ങനെ പോയിട്ട് അങ്ങനെ കാണാണോ, അതോ വേറെ ഏതെങ്കിലും രൂപത്തിൽ കാണാണോ? അതാണ് ഈ കാണുന്ന പ്രകാശം ഇതിമ്മ തട്ടുമ്പോൾ അവിടുന്ന് എൻ്റെ കണ്ണിലേക്ക് വരുന്ന ആ പ്രകാശരശ്മികളുണ്ടല്ലോ, അതാണ് കാണുന്നത്. കാണൂല, അല്ലെങ്കിൽ നമ്മൾ കാണൂല. ഇവിടെ ഇരുട്ടായപ്പോൾ ഞാൻ കണ്ണു തുറന്നാൽ അത് കാണോ? ഇപ്പം ഈ വെളിച്ചമില്ല, ഇരുട്ടാണ്. കാണോ? ഞാൻ എൻ്റെ കണ്ണിന് പ്രകാശമല്ലേ? ഉണ്ട്. അപ്പോൾ ഇവിടെ പ്രകാശം തട്ടണം. ഒരു ഉദാഹരണം, നിങ്ങൾ താടിയൊക്കെ ഷേവ് ചെയ്യുമ്പോൾ ആ ഇരുട്ടത്ത് പോയിട്ട് എല്ലാവരും ഉറങ്ങുമ്പോൾ കണ്ണെടുത്ത് വെട്ടാൻ പറ്റുമോ? വെളിച്ചം വേണോ? വെളിച്ചം ഉണ്ടായാലല്ലേ വെട്ടാൻ കഴിയുള്ളൂ അല്ലേ? മീശട്ടുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ചു നോക്കേണ്ടി. വെളിച്ചമില്ലെങ്കിൽ വെട്ടാൻ കഴിയില്ല. കാരണം എന്താ? എൻ്റെ കണ്ണിന് പ്രകാശം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പം അള്ളാഹുവിൻ്റെ ആ പ്രകാശത്തെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സൂര്യപ്രകാശം അല്ലേ? ഏതെങ്കിലും ഒരു വിഭാഗക്കാർക്ക് മാത്രമാണോ? അല്ല, എല്ലാവർക്കും, എല്ലാ മുക്കിലും കോണിലും എല്ലാ രാജ്യക്കാർക്കും, കറുത്തവനും വെളുത്തവനും ആണിനും പെണ്ണിനും അല്ലേ, എല്ലാ ജന്തുജാലങ്ങൾക്കും അള്ളാഹുവിൻ്റെ പ്രകാശം ലഭിക്കുന്നു. അപ്പം ആ പ്രകാശം എന്ന ആ അനുഗ്രഹം, ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പണ്ട് ആദ്യ കാലഘട്ടത്തിൽ. ഏകദേശം അയാളെ പേരെന്താ? ഇബ്നു ഹൈസം എന്ന് പറയുന്ന ഒരു മഹാ സയൻറ്റിസ്റ്റ് ഉണ്ട്. അയാൾ
ഇബ്നു ഹൈസം ആരാണ്? ഹസൻ ഇബ്നു ഹൈസം എന്നാണ് അയാളുടെ പേര്. അയാൾ എടുത്തുകാരനാ ബസറയിലാണ് ജനിച്ചത്. പിന്നീട് അയാൾ ജീവിച്ചതൊക്കെ കെയ്റോയിലാണ്. ആരാണ് അയാൾ? ഏറ്റവും വലിയ മാത്തമാറ്റിക്സ് സയൻറ്റിസ്റ്റും അതേപോലെ തന്നെ ഫിസിക്സ് ആ വിഷയത്തിലൊക്കെ നന്നായി പഠിച്ച വിദഗ്ധനായ ഈ പ്രകാശത്തെ പറ്റിയൊക്കെ സംസാരിച്ച വ്യക്തിയാണ് ആര്? ഇബ്നു ഹൈസം എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിതൻ. അയാളുടെ അതിന് മുമ്പ്, അയാൾ വരുന്നതിന് മുമ്പ്, അയാൾ ഈ തിയറി കണ്ടെത്തുന്നതിന് മുമ്പ്, ഏത് തിയറി? പ്രകാശം ഇവിടെ തട്ടിയത് കൊണ്ട് അതെൻ്റെ കണ്ണിലേക്ക് പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് ഞാൻ കാണുന്നത് എന്നാണ് അയാൾ തെളിച്ച്. അതിന് മുമ്പുള്ള വിശ്വാസം എന്താ? നമ്മുടെ കണ്ണിൽ നിന്ന് രശ്മി അങ്ങോട്ട് പോകുന്നതുകൊണ്ടതാണ് നാം കാണുന്നതാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്ന വിശ്വാസം. ആ വിശ്വാസം, ഈ ചിന്ത തിരുത്തിയതാരാ? ഒരു മുസ്ലിം പണ്ഡിതനാ. ആ പണ്ഡിതന്റെ പേരാണിത്, ശാസ്ത്രജ്ഞന്റെ പേരാണ് ഇബ്നുൽ ഹൈസം. അദ്ദേഹത്തിന് കണ്ടമാനം പുസ്തകങ്ങളുണ്ട്, 200-ലധികം പുസ്തകങ്ങൾ ഇന്നും പഠിപ്പിക്കപ്പെടുന്നുണ്ട്, സിലബസായി റഫർ ചെയ്യുന്നുണ്ട് അയാളുടെ പുസ്തകം. അത്ര വലിയ പ്രഗത്ഭനായ പണ്ഡിതൻ. അയാളാണ് ഈ ചിന്ത കണ്ടുപിടിച്ചത്, അല്ലേ? എങ്ങനെ അയാൾ തെളിച്ചത്? വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. എന്താണ്? വജഅൽന ആയത്തൻ നഹാരി മുബ്സിറത്തൻ. എന്താ മുബ്സിറത്ത് എന്ന് പറഞ്ഞാല്? വജഅൽന, ഞാൻ മുബ്സിറത്തൻ എഴുതണുള്ളൂ കേട്ടോ. മുബ്സിറത്തൻ എന്താണ്? പകലിന്റെ ദൃഷ്ടാന്തത്തെ, പകലിന്റെ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ വെളിച്ചം, ആ വെളിച്ചത്തെ, പ്രകാശത്തെ നാം ആക്കി എന്ത്? മുബ്സിറത്താക്കി. എന്താ ഈ മുബ്സിറത്ത് പറഞ്ഞാല്? ആ വാക്കിന്റെ ശരിക്കും അർത്ഥം എന്താ? മുബ്സിറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തഫ്സീറിൽ കൊടുത്ത പ്രകാശപൂരിതം. അതേപോലെ യഥാർത്ഥത്തിൽ ശരിക്കും അതിൻ്റെ അർത്ഥം എന്താ? ബസറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബസർത്തു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കണ്ടു. അബ്സർത്തു എന്ന് പറഞ്ഞാൽ എന്താ? അബ്സറ എന്ന് പറഞ്ഞാൽ കാണിച്ചു തരുന്നു എന്നുള്ളതാ. കാണിച്ച് തരുന്നു. അള്ളാഹു ഉപയോഗിച്ച പദം അബ്സറ എന്നതിൻ്റെ ഇസ്മു ഫായിലാണ് ഇത് മുബ്സിറത്ത് എന്നുള്ളത്. അപ്പോൾ പകലിൻ്റെ ദൃഷ്ടാന്തത്തെ കാണിച്ചു തരുന്നതാക്കി. എന്ത് കാണിച്ചു തരുന്നത്? നമ്മൾ നോക്കുന്ന വസ്തുക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് പകലിൽ വെളിച്ചം ഉണ്ടായതുകൊണ്ടാണ്, സൂര്യപ്രകാശം ഉണ്ടായതുകൊണ്ടാണ്, അല്ലേ? ഈ ബൾബ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. കണ്ടോ? ആ ആയത്തിൽ നിന്നാണ് ഇയാൾ ഈ ചിന്ത, ഈ നളരിയത്ത് അയാൾ കണ്ടുപിടിച്ചത്. അപ്പം വിശുദ്ധ ഖുർആനിൻ്റെ ഒരു മഹത്വം, അതിൻ്റെ ആ മുഅ്ജിസത്തുകൾ ആലോചിച്ച് നോക്കൂ. ഒരു കാലഘട്ടത്തിലുള്ള ജനങ്ങൾ മുഴുക്കെ ഇങ്ങനെ കണ്ണിൽ നിന്ന് പോകുന്ന ആ രശ്മികളാണ് പിന്നെ കാണുന്നത് എന്ന ചിന്തയിലായിരുന്നു. ആ ചിന്ത മാറ്റിമറിച്ചത് ആരാണ്? ഈ ഇബ്നു ഹൈസം എന്ന് പറയുന്ന മഹാപണ്ഡിതൻ. അപ്പം എന്തിനാപ്പം ഞാൻ പറഞ്ഞത്? പ്രകാശം എന്ന മഹാ അനുഗ്രഹത്തെപ്പറ്റി നാം ചിന്തിക്കണം എന്ന് അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ഭൂമിയിലെ ഖലീഫയാക്കിയല്ലോ. എന്താ ഈ ഖലീഫ അറിയണത്? എന്താ ഈ പിൻഗാമി അറിയണത്? പിൻഗാമി എന്ന് പറയാൻ കാരണം എന്താ? നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്, അല്ലേ? നമ്മൾ ഇവിടുന്ന് പോവും, പിന്നെന്ത് ചെയ്യും? മറ്റൊരാൾ ഇവിടെ വരും, അയാൾ പോവും, അയാൾ മരിക്കും, മറ്റൊരാൾ ഇവിടെ ഇങ്ങനെ വരും. ആ അവസ്ഥക്കാണ് എന്ത് ശരിക്ക് പറയാ? ഖലീഫ എന്ന്. മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലാണ് സൃഷ്ടിച്ചത്, അല്ലേ? നമ്മളെ പാപ്പമാരൊക്കെ ഇപ്പോൾ ഉണ്ടോ? ഇല്ല, അവരൊക്കെ കടന്നുപോയി. നമ്മളും കടന്നു പോവും, അല്ലേ? ആ സമയം കടന്നു പോവും. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അതുകൊണ്ടാണ് ഖലീഫ എന്ന് നമ്മളെപ്പറ്റി പറയാനുള്ള കാരണം. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചപ്പോൾ ആ മനുഷ്യന് വെളിച്ചം കാണിച്ചു കൊടുക്കേണ്ട ഒരുപാട് വെളിച്ചം അവന് ആവശ്യമുണ്ട്, പ്രകാശം ആവശ്യമുണ്ട്. ഒന്ന് ശരിക്കുള്ള ലൈറ്റ് തന്നെ, സൂര്യൻ്റെ ലൈറ്റ്. ആ സൂര്യൻ്റെ ലൈറ്റ് എന്തിനാ അല്ലാഹു തആല സൂര്യൻ്റെ ലൈറ്റ് എന്നത്? മുന്നിലൂടെ പോകുമ്പോൾ എന്തുണ്ടാവും? മൂർഖൻ പാമ്പുകളുണ്ടാവും, മുള്ളിക്കെട്ടുകളുണ്ടാവും, കുപ്പിച്ചില്ലുണ്ടാവും. അതിലൊന്നും തടയാതെ രക്ഷപ്പെട്ടു പോവാൻ അതിനല്ലേ ലൈറ്റ് എന്നത്, അല്ലേ? നമ്മുടെ രക്ഷക്കാണ് അല്ലാഹു തആല ലൈറ്റ്. എന്നാൽ ഒരു മോറലായ ലൈറ്റ് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതെന്തിനാ? അതാണ് വിശുദ്ധ ഖുർആൻ, അല്ലേ? ഹിദായത്ത് എന്നൊക്കെ പറയണ്ടേ, അത് മോറലായ ലൈറ്റാണ്. എങ്ങനെ? ആ ലൈറ്റ് കിട്ടുമ്പോൾ, ആ പ്രകാശം കിട്ടുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? നമ്മൾ
പിന്നെ വേണ്ടാത്തയിലേക്ക് പോവില്ല, വേണ്ടാത്ത ചിന്തയിലേക്ക് പോവില്ല. അപ്പം ഇവിടെ ആ സൂറത്തു നൂർ എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടി, അവൻ്റെ ഹിദായത്തിന് വേണ്ടി അള്ളാഹു തആല നൽകിയിട്ടുള്ള ഈ പ്രകാശമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സാധാരണ ലൈറ്റ് എന്തൊരു കർമ്മമാണോ ചെയ്യുന്നത്, എന്തൊരു ഡ്യൂട്ടിയാണോ ചെയ്യുന്നത്, അതാണ് മതത്തിലെ വിധികളും ഹുക്കുമുകളും അതേപോലെ അള്ളാഹു തആലാൻ്റെ ശരീഅത്തും ഒക്കെ അനുസരിച്ചൊരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ്റെ ഇഹപര നേട്ടം, വിജയം അതുമൂലം ഉണ്ടാകും. അത് സ്വീകരിക്കാതെ പോകുമ്പോൾ എന്തുണ്ടാവും? പരാജയം സംഭവിക്കും. ഏതുപോലെ ഇരുട്ടത്ത് പോയാൽ മൂർഖൻ പാമ്പിനെ ചവിട്ടി നശിക്കും, അല്ലെങ്കിൽ കുപ്പിച്ചില്ല് കുത്തി എന്താവും? നശിക്കും, ഒക്കെ കാരണമാവും. അപ്പം ഇതൊന്നും ഇല്ലാതിരിക്കാൻ അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, ഒരു മേഖല മാത്രമാണോ? വിശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും, സ്വഭാവത്തിൻ്റെ കാര്യത്തിലായാലും, ക്രിയവിക്രയങ്ങളുടെ കാര്യത്തിലായാലും, പിന്നെ പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലായാലും, അവിടെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില പ്രകാശം നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് ഹുക്കുമുകൾ എന്ന് പറയുന്നത്, അല്ലേ? ഓരോ കാര്യത്തിലും ഇന്നന്ന നിയമങ്ങൾ, ഇന്നന്ന ഖവാനീൻ അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. ഇത് അള്ളാഹു തആല നൽകിയിട്ടുള്ള ഒരു പ്രകാശമാണ് എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഖലീഫയായ മനുഷ്യൻ എന്ത് ചെയ്യണം? ഈ പ്രകാശം സ്വീകരിച്ചു കൊണ്ടാണ്, ഈ നൂറ് സ്വീകരിച്ചു കൊണ്ടേ മുന്നോട്ട് പോവാവൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവൻ അബദ്ധത്തിൽ വന്ന് ചാടും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കുറേ കഴിവുകളൊക്കെ നൽകിയില്ലേ, അല്ലേ? നടക്കാനുള്ള കഴിവ്, ഇരിക്കാനുള്ള കഴിവ്, ജോലി ചെയ്യാനുള്ള കഴിവ്, മറ്റ് പല പല കഴിവുകളും. പിന്നെ നമ്മൾ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറേ അതൊക്കെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളാണ്. ആ സിഫാത്തുകളിൽ നിന്ന് അല്പം മാത്രം നമുക്ക് അള്ളാഹു തആല നൽകിയതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യമാകുന്ന ആ കാരുണ്യത്തിൽ നിന്ന് ഒരളവാണ് നമുക്കിവിടെ നൽകിയത്, അല്ലേ? ആ ഒരളവ്, അതാണ് നമ്മൾ കാണിക്കണ കാര്യം. എന്തിനാണ് ഇത് അള്ളാഹു തആല ആ കാരുണ്യത്തിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് നൽകിയത്, ഒരിത്തിരി നമുക്ക് നൽകിയത്? എല്ലാ കാര്യം, അറിവാവട്ടെ, കഴിവാവട്ടെ, കുതിരത്താവട്ടെ, മറ്റ് അള്ളാഹുവിൻ്റെ ഏത് കാര്യമാവട്ടെ, അതിനൊക്കെ ഇത്തിരി നമുക്ക് നൽകാനുള്ള കാരണം എന്താ? നമ്മുടെ കഴിവ്, നമുക്കുള്ള കഴിവ് ഏത് സമയത്തും എന്ത് ചെയ്യും? അള്ളാഹു തആല പിൻവലിക്കും, അല്ലേ? കവർന്നെടുത്തുകൊണ്ടും ഏത് സമയത്തും. ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കണ്, ഞാൻ എൻ്റെ വീട്ടിലെത്തുമെന്ന് എനിക്കറിയില്ല, അള്ളാഹു തആല എന്നെ പിടിച്ചുകൊണ്ടുപോകും, അല്ലേ? എന്ത് വമ്പത്തരം പറഞ്ഞാലും ആ ടൈമിൽ അള്ളാഹു തആല എന്നെ പിടിച്ചുകൊണ്ടുപോകും. അത്രേ ഉള്ളൂ എൻ്റെ കഴിവ്. അപ്പം എനിക്ക് നൽകിയ കഴിവൊക്കെ അതത് സമയത്ത് പിന്നെ എപ്പോഴാണോ അള്ളാഹു തആല തിരിച്ചെടുക്കാനും അള്ളാഹു. എന്നാൽ അള്ളാഹു തആലാൻ്റെ കുദ്റത്ത് അങ്ങനെയാണോ? അത് സ്ഥായിയാണ്, അത് ജാത്തിയാണ്. നമ്മളൊരു കുദ്റത്ത് എന്തല്ല, ജാത്തിയല്ല. അപ്പോൾ അള്ളാഹു തആല നൽകിയിട്ടുള്ള ഈ പ്രകാശം, അത് നമ്മൾ ആ അള്ളാഹു തആല നൽകിയിട്ടുള്ള ഈ കഴിവുകൾ, അല്ലേ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവ് നൽകിയിട്ടുണ്ട്. അത് അള്ളാഹു തആലാൻ്റെ മൻഹജാകുന്ന ആ പ്രകാശമനുസരിച്ച് നാം ചലിക്കുമ്പോൾ അള്ളാഹു തആലാൻ്റെ അടുത്തേക്ക് പടിപടിയായി ഇങ്ങനെ ഉയരാൻ പറ്റും. മനസ്സിലാണ്ടോ? ആ ഇത് നമ്മൾ സ്വീകരിക്കാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹു തആലാൻ്റെ മൻഹജ് നമ്മൾ സ്വീകരിക്കാതിരിക്കുമ്പോൾ നമ്മൾ പിന്നോട്ട് പോവാനും അത് കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൽ നിന്ന് നാം സാധാരണ ഇപ്പം നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ചിന്തയാണ്, ഞാൻ മരിച്ചാൽ എൻ്റെ കുട്ടികളൊക്കെ എത്തീമാവുമല്ലോ, അല്ലേ? എന്നിങ്ങനെ ചിന്ത. ആ കുട്ടികളെ ആരാ നോക്കുക എന്നൊക്കെ നമ്മളിങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കും. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? ഇപ്പം നിലവിലുള്ള യത്തീമിൻ്റെ തല പോയി നാം തടവുക, അല്ലേ? ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, ഇപ്പം ഇവിടെ ആരാ യത്തീമുള്ളത്? ഓനെ പരിപാലിക്കുക. അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാകും? ഞാൻ പോയാലും എൻ്റെ മക്കളാകുന്ന ആ യത്തീമുകളെ അല്ലാഹു തആല നോക്കും എന്നുള്ളതാണ്. എന്താ തെളിവ്? വൽയഖ്ശല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുരിയത്തൻ ളിആഫൻ ഖാഫു അലൈഹിം ഫല്യത്തഖുല്ലാഹ് വൽയഖൂലു ഖൗലൻ സദീദ. നിങ്ങൾക്ക് പിന്നാലെ ദുർബലരായ പിന്നെ ലൈഫുകളായ മക്കളെ നിങ്ങൾ വിട്ടേച്ചു പോകുന്ന കാര്യത്തിൽ നിങ്ങൾ പിന്നെ പേടിക്കുന്നുവെങ്കിൽ
മറ്റുള്ളവരുടെ യതീമിൻ്റെ കാര്യത്തിലും ഇതേപോലെ നിങ്ങൾക്ക് ഭയമുണ്ടാവണം, അതേ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വേണം എന്നുള്ള. അപ്പം ആ സൂക്ഷിക്കുക എന്ന് പറയുന്നതാണ് ഏത്? അള്ളാഹുവിൻ്റെ ആ പ്രകാശം, അള്ളാഹുവിൻ്റെ മൻഹജ് അവിടെ എന്താണോ അത് സ്വീകരിക്കുമ്പോൾ അള്ളാഹു തആല എന്ത് ചെയ്യും? നമ്മുടെ കാര്യത്തിലും അള്ളാഹു തആല എന്ത് ചെയ്യും? ഒരു ഫോം വഴി ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ സൂറത്തു നൂർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മോറലായ ഒരു പ്രകാശമാണ്. ആ പ്രകാശം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് ഉണ്ടാകുമ്പോൾ പിന്നെന്ത് ചെയ്യും? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഉണ്ടാക്കിയ നിയമങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, മറിച്ച് എന്തിനാണ്? അള്ളാഹു വെച്ച നിയമത്തിന് നാം പ്രാധാന്യം നൽകണം. എന്നാൽ മനുഷ്യരെന്ത് ചെയ്യും? അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവണ്ടാക്കിയ നിയമം പാലിക്കും ചെയ്യും, അള്ളാഹിൻ്റെ നിയമങ്ങൾ കുപ്പത്തൊട്ടിക്കറിയും ചെയ്യും. അവിടെയാണ് അപകടം വരുന്നത്. ഇപ്പോൾ ഉദാഹരണം, സൂര്യൻ്റെ ലൈറ്റ് ഉണ്ടാകുമ്പം ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഇട്ടുണ്ട് പൊട്ടത്തരല്ലേ അല്ലേ? സൂര്യൻ്റെ ലൈറ്റ് ഉണ്ട് ഇവിടെ, ഇപ്പം ഇതൊന്നുമില്ല മറയൊന്നുമില്ല എന്ന് കൂട്ടുക, പിന്നെ നമ്മുടെ ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഇട്ടേക്കണോ? നമ്മളെന്താ ചെയ്യുക? പെട്ടെന്ന് അത് അണക്കും ഇല്ലേ? അപ്പം മനുഷ്യനിർമ്മിതമായ ആ നിയമങ്ങൾ, അതിനേക്കാൾ വലിയ അള്ളാഹു ഉണ്ടാക്കിയ നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ അതാണ് നിങ്ങൾ പാലിക്കേണ്ടത് എന്നത്, അതാണ് ആ നൂറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്കിത്? മനസ്സിലാവുണ്ടോ? ഏത് കാര്യത്തിലും, അത് ഒരു വ്യഭിചാരം മാത്രമല്ല, ഒരു വിവാഹം മാത്രമല്ല, മുഴുവൻ കാര്യങ്ങളും അള്ളാഹു എന്താണോ പറഞ്ഞത് അത് അപ്പടി പാലിക്കുക. അതാണ് ആ നൂറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്രകാശം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് വിജയം ഉണ്ടാവുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്തിനാ അപ്പം വ്യഭിചാരം ചെയ്ത സ്ത്രീയെ അടിക്കണം അല്ലെങ്കിൽ എറിഞ്ഞുകൊല്ലണ് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തലക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്ര വലിയതൊന്നല്ലോ, ഓൻ പിന്നെ മാറിയെങ്കിലോ? അതുകൊണ്ട് ആ ഖുർആനിലെ നിയമം വേണ്ട, അള്ളണ്ടാക്കിയ നിയമം വേണ്ട, മനുഷ്യനിർമ്മിതമായ നിയമം കൊണ്ടുവരാം. അവിടെയാണ് മനുഷ്യൻ അപകടത്തിൽ വന്ന് ചാടുന്നത് എന്നുള്ള. അപ്പോൾ ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ നോക്കൂ നിങ്ങൾ, അള്ളാഹു തആല പ്രകാശം ഈ നൂറ് പറഞ്ഞിട്ടാ. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം എവിടെയാണ്? ആദ്യമായിട്ട് ഒരാണും പെണ്ണും കണ്ടുമുട്ടും അല്ലേ? ആണും പെണ്ണും കണ്ടുമുട്ടുമ്പോൾ എന്താവണം? അത് ശുദ്ധമായിരിക്കണം, മാന്യമായ രൂപത്തിലായിരിക്കണം, പിന്നെ ആ പ്രതാപത്തോടു കൂടിയായിരിക്കണം. അല്ലെങ്കിൽ എന്താ? അവിടെ അപകടം ഉണ്ടാവും. ആലോചിച്ച് നോക്കൂ, ഒരേ പണി തന്നെയല്ലേ രണ്ടു കൂട്ടരും ചെയ്യണത്? മാന്യമല്ലാത്ത രൂപത്തിൽ കണ്ടുമുട്ടുന്ന ആളും പിന്നെ വിവാഹം ചെയ്തുകൊണ്ട് ആ ജോലി ചെയ്യുമ്പോഴും, വിവാഹം എന്ന മാർഗത്തിലൂടെയല്ലാതെ അവിഹിതമായി ആ പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരേ കാര്യം തന്നെയല്ലേ അല്ലേ? പക്ഷെ എന്താ, വിവാഹം എന്ന മാർഗത്തിലൂടെ പോകുമ്പോൾ അയാൾ വിജയിക്കുകയും അല്ലാത്ത മാർഗത്തിലൂടെ പോകുമ്പോൾ പരാജയപ്പെടുകയും ചെയ്യാനുള്ള കാരണം നോക്കൂ നിങ്ങൾ. ഈ സൂറത്തിന് മുമ്പുള്ള സൂറത്ത് ഏതാ? മുഅ്മിനൂൻ. സൂറത്ത് മുഅ്മിനീനിൽ അല്ലാഹു തആല എന്താ പറയുന്നത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളുടെ കുറേ സ്വഭാവം പറഞ്ഞിട്ട് അതിൽ കാണാം വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ ഗുഹ്യസ്ഥാനത്ത് സംരക്ഷിക്കുന്നവരാണ്, സൂക്ഷിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല നേരെ ഓപ്പോസിറ്റാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. എന്താ പറയുന്നത്? അസ്സാനിയത്തു വസ്സാനി. കണ്ടോ? അതിൻ്റെ നേരെ മുക്കാബല ഇങ്ങോട്ട് പറയാം. ഇങ്ങനെ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? ആണും പെണ്ണും കണ്ടുമുട്ടുന്ന സമയത്ത് അത് ശരിയായ പ്രകാശത്തോടു കൂടിയായിരിക്കണം. ശരിയായ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രകാശം അഥവാ മൻഹജ് അനുസരിച്ചായിരിക്കണം. മനുഷ്യനിർമ്മിതമായ ആ മൻഹജ് അനുസരിച്ചാണ് എങ്കിൽ എന്തുണ്ടാകും? നിങ്ങൾക്കത് അപകടമാണ് മനുഷ്യരെ എന്ന ഒരു കാര്യം അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് അഥവാ ആ ശരീഅത്തനുസരിച്ചായിരിക്കണം നമ്മുടെ തുടക്കം തന്നെ അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. അതില്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്ന് കാണുന്ന എല്ലാ അപകടത്തിനുള്ള കാരണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് ആയത്ത് തുടങ്ങുന്നത് തന്നെ അന്നൂർ എന്ന ആ പേര് വെച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത്. ഇനി ഒന്നുകൂടി വരാം, സൂറത്തുൻ റിവൈസ് എടുത്ത് ഒന്നുകൂടി വരാം. സൂറത്തുൻ എന്താ? സൂറത്ത് പറഞ്ഞാൽ അധ്യായം. ഞാൻ അതിൻ്റെ ടെക്നിക്ക് നോക്കിയോളി. അറബികൾ സൂർ എന്ന് അറിയണ എന്താ?
കൃഷിസ്ഥലത്തിനൊക്കെ നമ്മളിങ്ങനെ വേലിയും മതിലും കെട്ടൂലേ ഇല്ലേ? ആ, അപ്പോൾ ഇയാളുടെ സ്ഥലമാണ്, ഇങ്ങനെ വളച്ച് ഒരു മതിലിങ്ങനെ കെട്ടും അല്ലേ? ആ, അങ്ങനെ കെട്ടൂലേ? അതിനാണ് സൂർ എന്ന് പറയാ. സൂർ അതിൻ്റെ പിന്നെ സ്ത്രീലിംഗ രൂപമാണ് ഇത് സൂറത്ത്. അപ്പം എന്തിനാ മതിൽ കെട്ടണത്? ആ മതിൻ്റെ ഉള്ളിൽ പിന്നെ കൃഷി എന്ന ആ വിഷയം ആ പല രൂപത്തിലുള്ള ഉണ്ടാവും. തക്കാളി ഉണ്ടാവും, വെണ്ടക്ക ഉണ്ടാവും, എല്ലാം ഉണ്ടാവും അല്ലേ? എല്ലാം അതിലുണ്ടാവും. ഇതേപോലെ സൂറത്ത് എന്ന് പറയുമ്പോൾ എന്തുണ്ട്? അതിൽ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? കുറേ കാര്യങ്ങൾ അതിലുണ്ട്. ഏതൊക്കെ കാര്യങ്ങളുണ്ട്? വ്യഭിചാരത്തെ പറ്റി പറയുന്നുണ്ട്, മോഷ്ടാവിനെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ എന്തൊക്കെ കുറേ മനുഷ്യനുമായി ബന്ധപ്പെട്ട, മനുഷ്യൻ ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുമ്പോൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരും പിന്നെ നബി സല്ലല്ലാഹു പിന്നെ പറയുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഈ സൂറത്തും അതേപോലെ തന്നെ സൂറത്തു നിസാഉം അഹ്സാബുൻ നൂറുമൊക്കെ, നൂർ എന്നാണ് ഈ സൂറത്തിൻ്റെ പേര്, അതുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് സ്ത്രീകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അവരുടെയൊക്കെ വാക്കിൽ സ്ത്രീകളെ ഭാര്യമാരെ ഈ സൂറത്ത് പ്രത്യേകം പഠിപ്പിക്കാൻ പറയുന്നത് കാണാം. എന്തുകൊണ്ടാണത് ഭാര്യമാരെ പഠിപ്പിക്കാൻ പറയുന്നത്? നമുക്ക് പഠിക്കണ്ടേ? ഭാര്യമാരെ പഠിപ്പിക്കാൻ പറയുന്നത് എന്താ? അല്ലിമു നിസാഅക്കും സൂറത്തൻ നിസാ എന്ന് മറ്റേടത്ത് കാണാം. അല്ലിമു നിസാഅക്കും സൂറത്തൻ നൂർ എന്ന് കാരണം എന്താ? കുടുംബം എന്ന് പറയുമ്പോൾ അതിൻ്റെ സമൂഹം എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി ആരാ? പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ് അല്ലേ? ആ സമൂഹത്തിലെ സ്ത്രീകൾ നന്നായാൽ എന്താവും? സമൂഹം ഒന്നടങ്കം നന്നാവും. എന്നാൽ സമൂഹത്തിലെ പുരുഷന്മാർ കേടുന്ന അത്ര അപകടം വരൂല. കേടുവരില്ല എന്നല്ല ഞാൻ പറയണ്ടേ, കേടുവരും. പക്ഷെ അതിനേക്കാൾ അപകടം എന്താ ഉണ്ടാവുക? സ്ത്രീകൾ പിന്നെ കേടുവന്നാലാ. അതുകൊണ്ടാണ് ഈ സംഗതി സ്ത്രീകളെ നിങ്ങൾ പ്രത്യേകം പഠിപ്പിക്കണം എന്ന് പറയാനുള്ള കാരണം. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പിന്നെ സൂറത്തിലെ പ്രധാന വിഷയത, സൂറത്ത് എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്. ഈ സൂറത്തിലെ പ്രധാന വിഷയം എന്താ? ആണും പെണ്ണും തമ്മിലുള്ള ബന്ധമാണ് ഇതിലെ പ്രധാന വിഷയം അല്ലേ? എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പെണ്ണിനെ സൃഷ്ടിച്ചപ്പോൾ ആ രൂപത്തിലുള്ള സ്വഭാവം, ആണിനെ സൃഷ്ടിച്ചപ്പോൾ മറ്റു രൂപത്തിലുള്ള സ്വഭാവം? ആണിന് പെണ്ണിനോട് എന്താ ഉള്ളത്? മഹബത്ത്. അതിന് നമ്മളെന്താ പറയാ? പ്രേമം എന്ന് പറയും അല്ലേ? വിശുദ്ധ ഖുർആൻ പറയും, നോക്കൂ നിങ്ങൾ, സുയ്യിന ലിന്നാസി ഹബ്ബു ശഹവാതി മിനൻ നിസാഇ, പിന്നെന്താ, വൽ ഖനാതീരിൽ മുഖന്തറത്തി മിനദ്ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമ വൽ അൻആമി വൽ അർസ് ദാലിക മതാ, അങ്ങനെ തന്നെയല്ലേ? ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ് അല്ലേ? ഏതൊക്കെയാണ്? ഇഷ്ടപ്പെട്ട വസ്തുക്കളോടുള്ള ഒരു പ്രേമം, ഒരു മോഹം അല്ലാഹു തആല നിങ്ങൾക്ക് അലങ്കാരമാക്കി വച്ചിരിക്കുന്നു എന്നാണ്. ഏതൊക്കെയാണ് ആ വസ്തുക്കൾ? സ്ത്രീകള്, മക്കള്, പിന്നെ വൽ ബനീൻ ഉണ്ടല്ലേ അതിൻ്റെ ഇടയിൽ, വൽ ഖനാതീരിൽ മുഖന്തറത്ത്, കുന്നുകൂട്ടിയ പിന്നെ സമ്പത്ത്. എന്തൊക്കെ സമ്പത്ത്? വെള്ളി, സ്വർണം, പിന്നെ മേത്തരം കുതിരകള്, പിന്നെ നാക്കാലി വർഗം, കൃഷി, ഇങ്ങനെ തുടങ്ങി അല്ലാഹു തആല അലങ്കാരമാക്കി വെച്ചിട്ടുള്ള ഈ വസ്തുക്കൾ. അപ്പോൾ ഇതിനോടൊക്കെ ഒരു പ്രേമം, ഒരു സ്നേഹം, ഒരു മഹബത്ത് അല്ലാഹു തആല നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു പ്രേമം അല്ലാഹു വെച്ചത്? അതുകൊണ്ടാണല്ലോ ആദ്യമായിട്ട് നമ്മൾ സ്ത്രീകളോട് അടുക്കുന്നത്. അല്ലെങ്കിൽ അടുക്കുമോ? ഈ മരക്കൊള്ളി പോലെയാണ് എൻ്റെ മനസ്സെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ ഓളത്തേക്ക് പോവോ? നിങ്ങൾ പോവോ? ഇല്ല. അപ്പം എന്താ പോവാൻ കാരണം? ഈ ഷഹ്വത്താണ് അല്ലേ? ഇവിടുത്തെ മരം പോണ്ടോ? ഇല്ല. അപ്പം ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ ഷഹ്വത്ത് എന്തിനാ അള്ളാഹു നൽകിയത്? അള്ളാഹുവിലേക്ക് പടിപടിയായി ഉയരാൻ അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരു കോണിയാണ് ഷഹ്വത്ത്. ഈ ഷഹ്വത്തില്ലെങ്കിൽ നിങ്ങൾ അള്ളാഹിൻ്റെ അടുത്തേക്ക് അടുക്കുവോ? ഇല്ല, അള്ളാഹിൻ്റെ അടുത്തേക്ക് അടുക്കൂല.
എന്താ സ്ത്രീയിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്? അവിഹിതമല്ലാത്ത ശറഈയായ രൂപത്തിലൂടെ ഒരു സ്ത്രീയെ നാം സന്ദർശിക്കുമ്പോൾ നമുക്ക് ലഭിക്കണം എന്താ? പുണ്യം കിട്ടും, അള്ളാന്റെ കൂലി കിട്ടൂലേ? അങ്ങനെ അള്ളാഹിലേക്ക് അടുക്കാം. ശറഈയായ രൂപത്തിൽ സമ്പത്ത് നാം കുന്നുകൂട്ടുമ്പോൾ അതിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാം, അല്ലേ? ശറഈയായ രൂപത്തിൽ മറ്റൊരാളെ നാം സ്നേഹിക്കുമ്പോൾ അതിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാം. എന്നാൽ ഇതേ സ്നേഹം തന്നെ ശറഈ അല്ല, അല്ലേ? പോത്ത് എരുമനെ ചാടിപ്പിടിക്കണേക്ക് ഞാനാണ്ട് ചാടിപ്പിടിച്ചാലോ എങ്ങനെ ഉണ്ടാവും? ശറഈ അല്ല. അവിടെ എന്താവും? എനിക്ക് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇല്ല. അതിനാണ് അള്ളാഹു താല നമുക്ക് ശഹ്വത്ത്, അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ ചെന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനും അള്ളാഹുവിനെ ബഹുമാനിക്കാനും അള്ളാഹുവിനെ മനസ്സിലാക്കാനുമാണ് അള്ളാഹു താല എന്ത് തന്നിട്ടുള്ളത്? ഈ ശഹ്വത്ത് എന്ന് നൽകിയിട്ടുള്ളത്. അത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു കോണിയാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് നിങ്ങളിത് എന്ത് ചെയ്യണം, പ്രത്യേകം പഠിപ്പിക്കണം എന്ന് പറയാനുള്ള കാരണം, അല്ലേ? വണ്ടിയിൽ പെട്രോൾ ഒഴിക്കൽ നിങ്ങൾ എവിടെ കൊണ്ടുപോയിട്ടാണ് ഒഴിക്കൽ? ആരെ വണ്ടിയിൽ ഇവിടെ? അല്ല, പമ്പ് നിങ്ങളെ വണ്ടിയിൽ എന്താ അതിന് പറയൽ? ആ ടാങ്കിന് സ്റ്റോർ, ആ ടാങ്ക്, അല്ലേ? ടാങ്ക് കൊണ്ടുപോയി വയ്ക്കണം. പെട്രോൾ ടാങ്കിൽ കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ചാൽ എന്താ? അതിൻ്റെ അനുവദിച്ച പൈപ്പിലൂടെ ആ എഞ്ചിനിലേക്ക് പിന്നെ ഇങ്ങനെ പാസ് ചെയ്താൽ എന്താവും? വണ്ടി എന്ത് ചെയ്യും? മുന്നോട്ട് ഇങ്ങനെ പോവും. ആ മുന്നോട്ട് പോണ വണ്ടി എവിടെ എത്തും? ലക്ഷ്യസ്ഥാനത്തെത്തും. ഇനി അതേ പെട്രോൾ ടാങ്കിലല്ല, വണ്ടീൻ്റെ അകത്താട് ഒഴിച്ച് ഇയാൾ വണ്ടി അടയാട്ടാക്കി, എങ്ങനെ ഉണ്ടാവും? പിന്നെ ഒരു കത്തിപ്പിടുത്തം ഉണ്ടാവും. പിന്നെ നമ്മൾ ഉണ്ടാവുമോ? ഇല്ല, ആകെ കത്തിക്കരിയും. ഇതാണ് മനുഷ്യൻ്റെ ശഹ്വത്ത്. ആലേഖനങ്ങൾ അള്ള നമുക്ക് നൽകിയ ആ ശഹ്വത്ത്, അത് ശരിയായ റൂട്ടിലൂടെ പോയാൽ, അങ്ങനെ ചലിച്ച് ഓരോ കാലടി വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ സ്വർഗത്തിലേക്കെത്തും. അതേ ശഹ്വത്ത് ഈ പെട്രോൾ വേറെ എവിടെ പിന്നെ ഒഴിച്ചിട്ട് തീപ്പെട്ടി കൊള്ളി അരുതിട്ടതുപോലെ ഒന്നടങ്കം നശിക്കും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതിനാണ് അള്ളാഹു താല എന്ത് ചെയ്തത്? നമുക്ക് ശഹ്വത്ത്, സ്ത്രീകളോടാവട്ടെ, മക്കളോടാവട്ടെ, സമ്പത്തിനോടാവട്ടെ, മറ്റു കാര്യം. ഇനി ഇതൊക്കെ നമുക്ക് ഇല്ലെങ്കിലോ നമ്മൾ ഈ മരക്കൊള്ളി പോലെ ആവും. മുന്നോട്ട് ചലിക്കുക നമ്മൾ ഇല്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമോ? ഇല്ല. എല്ലാം ഈ ശഹ്വത്തുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ്. അപ്പോൾ അള്ളാഹു നിശ്ചയിച്ച രൂപത്തിൽ നമുക്ക് പോകണം. എന്നാൽ ചിലപ്പോഴൊക്കെ നമുക്കിങ്ങനെ വെറുപ്പുണ്ടാവും, അല്ലേ? ഇപ്പോൾ വണ്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ 5 ടൺ ആയിട്ടാണ് ഇയാൾ വണ്ടി പിന്നെ ആ ലോറി കൊണ്ടുപോകണത്, അല്ലേ? ചരക്ക് വാഹനം കൊണ്ടുപോകണത്. ഒരു പാലം മുന്നിലുണ്ട്, അവിടെ ഒരു ബോർഡുണ്ട്. എന്താ ഉള്ളത്? 2 ടൺ 3 ടണ്ണേ അനുവദിക്കുള്ളൂ. ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ആരും നോക്കാനൊന്നുമില്ല, നിയമപാലകരും പോലീസൊന്നുമില്ല. അയാളെ കൊണ്ടുപോയാൽ എങ്ങനെ ഉണ്ടാവും? ആട് പൊളിഞ്ഞാടും, അല്ലേ? അപ്പോൾ ഇവിടെയാണ് റബ്ബിൻ്റെ പ്രകാശം, അള്ളാഹുവിൻ്റെ നൂറ്, ആ ഹിദായത്ത് ലഭിച്ച ഒരു മനുഷ്യൻ അള്ളാഹിൻ്റെ നിയമം എന്താണ്? ഞാൻ ചലിക്കുമ്പോൾ, ഞാൻ വണ്ടിയും കൊണ്ടുപോകുമ്പോൾ റബ്ബിൻ്റെ നിയമം എന്താണ്? അത് പാലിക്കണം. മനുഷ്യൻ്റെ നിയമം തന്നെ പാലിച്ചില്ലെങ്കിൽ കുണ്ടിച്ചാടും. നമ്മൾ റബ്ബിൻ്റെ നിയമം പാലിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിനേക്കാൾ വലിയ കുണ്ടിച്ചാടും. മനസ്സിലായില്ലേ? ഇതാണ് നൂർ. മനസ്സിലാണ് നിങ്ങൾക്ക്? അപ്പം ഈ നൂർ എന്ന് പറയുന്നത് ഈ പ്രകാശം മാത്രമല്ല. മനസ്സിലായോ? ജീവിതത്തിൻ്റെ A മുതൽ Z വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ നൽകുന്ന ആ ഹിദായത്തിൻ്റെ നൂറാണ് യഥാർത്ഥ നൂർ എന്ന് പറയുന്നത്. അതാണ് മോറൽ ലൈറ്റ് എന്ന് പറയുന്ന ആ പ്രകാശം. അതാണ് ആ സൂറത്തിൻ്റെ ഹെഡിങ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് സൂറത്തുൻ അൻസൽനാഹ വഫറദ്നാഹ വഅൻസൽനാ ഫീഹ ആയാത്തിൻ ബയ്യിനാത്തിൻ ലഅല്ലക്കും തദക്കറുൻ. അപ്പോൾ ഈ സൂറത്ത് മുഴുക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് മനുഷ്യൻ്റെ പരിശുദ്ധിക്കും അവൻ്റെ പവിത്രതക്കും അവനെ സംരക്ഷിക്കുവാനുമുള്ള നിയമങ്ങളാണ് ഈ സൂറത്തിൽ മുഴുക്കെ ഉള്ളത്. അത് പരിപാലിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? രക്ഷ ലഭിക്കും. അത് പരിപാലിച്ചിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും? നമുക്ക് രക്ഷ ലഭിക്കില്ല. അതുകൊണ്ടാണല്ലോ ആദം നബിയുടെ സംഭവം അള്ളാഹു തആല പറയുന്നില്ലേ, അല്ലേ? ആദം നബി എന്ത് ചെയ്യും? നിയമം പാലിച്ചില്ല. അള്ള പറഞ്ഞ് ഒരു നിയമം, ആ പ്രകാശം മെല്ലൊന്ന് മാറ്റിവെച്ചപ്പോൾ എന്താ? ആ മരത്തെ പോയി സന്ദർശിച്ച് ഉടനെ അള്ളാഹു തആല പറഞ്ഞത് എന്താണ്? മിൻഹാ ജമീഅൻ,
അവിടെ നിങ്ങൾ പുറത്തിറങ്ങിക്കോളി, പോയിക്കോളി എല്ലാവരും. എന്നിട്ട് അള്ള ഒരു നിർദ്ദേശം കൊടുത്തു, ഫഇമ്മായി എത്തിയന്നക്കും മിന്നെ ഹുദൻ, എൻ്റെ അടുത്തു നിന്നുള്ള ഈ പ്രകാശം, ഈ സന്മാർഗമാകുന്ന പ്രകാശം നിങ്ങൾക്ക് വരുന്ന പക്ഷം ഫമൻ തബിഅ ഹുദായ, ആരാണോ ഈ പ്രകാശമാകുന്ന ഹിദായത്തിന് ആര് പിൻപറ്റുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, ഓന് ഭയപ്പെടേണ്ടതില്ല, ഓന് ദുഃഖിക്കേണ്ടതില്ല. എന്ത് പാദനബിൻ്റെ ആ സംഭവം ഇതിനെ നമ്മളെ പഠിപ്പിക്കണത്? അള്ളാൻ്റെ ഹുദയാകുന്ന ആ പ്രകാശമനുസരിച്ച് ഓരോ കാലടിയും വെച്ച് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടി പോയാൽ നമുക്ക് എന്തുണ്ടാവില്ല? നാളെ പരലോകത്ത് ഭയപ്പെടേണ്ടതില്ല, അല്ലേ? അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കും എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കണം. ഇനി സൂറത്തുൻ അൻസൽനാഹ എന്ന് എന്തിനാ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? പിന്നെ പറയാം ഫറദ്നാഹ, അതിനെ നിയമമാക്കി വെച്ചിരിക്കുന്നു പറഞ്ഞാൽ എന്താ? മനുഷ്യർ പാലിക്കേണ്ട ഒരുപാട് ഹുക്കുമുകൾ ഈ സൂറത്ത് വിവരിക്കുന്നുണ്ട്, അല്ലേ? ഇപ്പൊ വ്യഭിചാരത്തിന്റെ നിയമം, മോഷ്ടാവിന്റെ നിയമം, ആരോപണം പറഞ്ഞാലുള്ള നിയമം, ഇങ്ങനെ ഒരുപാട് നിയമങ്ങളും ഹുക്കുമുകളും, എന്തൊക്കെ ചെയ്യണം ചെയ്യരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സൂറത്തിൽ അള്ളാഹു തആല ഉടനീളം വിവരിക്കും. അപ്പൊ അത്തരം നിയമങ്ങളെയാണ്, ആ ഹുക്കുമുകളെ അള്ളാഹു തആല ഫർളാക്കിയിരുന്നു. എന്താ ഈ ഫർള് അറിയണത്? സമയമായി കാണല്ലേ? ഫർള് അറിയണത് എന്താ? ഫർള് അറിയണത് എന്താ? ഫർള്? നിസ്കാരം ഫർളാണ്, അല്ലേ? നോമ്പ് ഫർളാണ്. എന്താ ഈ നോമ്പ് നിസ്കാരം ഫർളാണ് പറഞ്ഞാല്? അത് ഫിഖ് അടക്കട്ടെ, അതിൻ്റെ പിന്നെ സൈക്കോളജിക്കലായിട്ടുള്ളൊരു വശം. അതെന്താ? ഫർളായൊരു കാര്യം ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എന്നെ കൊണ്ടുപോയിട്ട് തന്നെ എന്ത് ചെയ്യും? അപകടത്തിലേക്ക് കൊണ്ടുപോയിടും, അല്ലേ? നിസ്കരിച്ചില്ലെങ്കിൽ പടച്ചോൻ എന്തേലും പറ്റിയുണ്ടോ? ഇല്ല. അത് പറഞ്ഞെന്ന പ്രവാചകൻ എന്തേലും സംഭവിക്കോ? ഇല്ല. ഞാൻ എന്നെ തന്നെ എൻ്റെ ശരീരം കൊണ്ടുപോയിട്ട് എന്താണ് ഹലാക്കിലേക്ക് കൊണ്ടുപോയിടാണ്. അതാണ് ഫർള്, അല്ലേ? ഞാൻ നിയമം പാലിച്ചില്ലെങ്കിൽ എനിക്ക് അപകടം. അതുകൊണ്ടാണ് അല്ലാഹു തആല വഫറദ്നാഹ. പിന്നെ പറയാം വഅൻസൽനാ ഫീഹാ ആയാത്തിൻ ബയ്യിനാത്തിൻ ലഅല്ലക്കും തദക്കറൂൻ. മനുഷ്യരെ, നിങ്ങൾ ഉറ്റാലോചിക്കാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി ഒരുപാട് ദൃഷ്ടാന്തങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് നയിക്കുക. അത്തരം മുത്തക്കിയുള്ള കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഒരായത്തന്നെടുത്ത് അത് നിങ്ങളൊന്ന് കാണാൻ പഠിക്കാൻ ശ്രമിക്കണം. പിന്നെ ആ ആയത്തിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കണം. ഇവിടെ കേട്ടത് മാത്രമല്ല, അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കാം. പോണ വൈക്കൊക്കെ ഇങ്ങനെ ഒന്നുകൂടി ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ഓദിക്കാം. ഒരായത്ത് പഠിക്കാൻ ഒരു പണിയില്ലല്ലോ, അല്ലേ? ഇൻഷാ അല്ലാഹ് ഈ തുടക്കം മുതൽ തന്നെ അങ്ങനെ ആവട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.